നമസ്കാരം. ഞാൻ ഡോക്ടർ വരുൺ മാസ്റ്റർ. പലപ്പോഴും ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് അവരുടെ ബുദ്ധിമുട്ട് കാരണം അവരെ സിംപ്റ്റംസിനെ വല്ലാണ്ട് പ്രാകുന്ന പോലെ പറയാറുണ്ട്. അതായത് വല്ലാത്ത ചുമ എന്നുള്ളത് അവർ പറയും, "പണ്ടാര ചുമയാണ് സാറേ, രാത്രിയായാൽ. ഞാനൊന്ന് തലയിണയിൽ വെച്ചാൽ അപ്പം തുടങ്ങും ചുമ." അത് പല പേഷ്യൻസും അത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കഫം നമുക്കറിയാം, അലർജി ഉള്ള ആൾക്കാർക്ക് കഫത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാണ്. അപ്പോൾ ഈ പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മൂക്കിൽ നിന്ന് തൊണ്ടയിലേക്ക് കഫം ഇറങ്ങും. അപ്പോൾ ആ കഫം തൊണ്ടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻ കാരണം ഇവർക്ക് ചുമ ഉണ്ടാവും. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ അലർജി ഉള്ള ആൾക്കാരുടെ ഈ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ട് തന്നെ തൊണ്ടയിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മൂന്നാമത്തത് ഗ്യാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതായത് നമ്മളെ നെഞ്ചെരിച്ചിൽ കാരണം, അതായത് ഇങ്ങനെ ആസിഡിൻ്റെ റിഫ്ലക്സ് വന്നിട്ട് നമുക്ക് കിടക്കുന്ന സമയത്ത് അത് തൊണ്ടയിൽ വന്നിട്ട് അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു ട്രിഗർ ചെയ്തിട്ട് ചുമ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വല്ല അലർജിക് അല്ലെങ്കിൽ ആസ്മ ഒക്കെ അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് കഫം നന്നായിട്ട് പുറത്തു വരികയും അത് കാരണം എന്ത് ചെയ്യുന്നു, ഇവർക്ക് ഈ ചുമ രാത്രികളിൽ കൂടും. ഈ രാത്രി ആവുമ്പോൾ തന്നെ യൂഷ്വലി മ്യൂക്കസ് പ്രൊഡക്ഷൻ രാത്രി കൂടുതലാണ്, രാവിലേക്കാൾ രാത്രി പ്രൊഡക്ഷൻ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് എപ്പോഴും ചുമ ഇങ്ങനെ രാത്രി ആവുമ്പോൾ കൂടി വരും.